രാമേന്ദ്രൻ സാർ സുരേഷ് ഗോപിയുടെ എന്തോ കാര്യം പറയാമെന്ന് പറഞ്ഞല്ലോ, എന്താണ് സംഭവം? സുരേഷ് ഗോപി ഈ ദുബായ് കിരീടാവകാശി ഡൽഹിയിൽ വന്നിറങ്ങിയപ്പോൾ നമ്മുടെ ഔദ്യോഗിക സന്ദർശനം, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഔദ്യോഗിക സന്ദർശനമാണ്. ഹംദൻ ബിൻ റഷീദ് അൽ മക്തൂം കുടുംബത്തും ഇവിടെ വന്നിട്ടില്ല അല്ലേ? ഇല്ല, ആദ്യത്തെ ഔദ്യോഗിക സന്ദർശനമാണ്. അപ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിക്കാനായിട്ട് മോദി ചുമതലപ്പെടുത്തിയത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി പെട്രോളിയം സഹമന്ത്രിയാണല്ലോ. അപ്പോൾ അതിന് പറ്റിയ ആൾ സുരേഷ് ഗോപി തന്നെയാണ്. കാരണം പെട്രോളിൻ്റെ സ്ഥലത്ത് നിന്ന് വരുന്ന ആളാണ്. പക്ഷേ സുരേഷ് ഗോപിയുടെ പ്രത്യേകതകൾ കൊണ്ട് തന്നെ അദ്ദേഹം സിനിമകളിലൊക്കെ ധാരാളം ടൈയൊക്കെ കിട്ടിയിട്ടില്ലേ, അദ്ദേഹം മുണ്ടെടുത്ത് പോയി സ്വീകരിക്കാൻ. ആ മുണ്ടെടുത്ത് പോയത് ശരിയായില്ല. സൗദിയിലെ പുള്ളിക്കാരൻ പാവാട എടുത്തല്ലേ വന്നത്? മുണ്ടെടുത്ത് പോയത് അല്ലേ, പാവാടയാന്ന് തോന്നുന്നു, ഒറ്റ ഉടുപ്പ്. അദ്ദേഹം ആ വേഷമിട്ടാണ് വന്നിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ വേഷം. അത് അവിടുത്തെ പരമ്പരാഗത വേഷമാണ്. സുരേഷ് ഗോപിയുടെ നാട്ടിലെ പരമ്പരാഗത വേഷമല്ലേ മുണ്ടും ഷർട്ടും? പക്ഷേ ഇസ്ലാമിസ്റ്റുകള് മാർക്സിസ്റ്റുകള് സുരേഷ് ഗോപിയുടെ പിന്നാലെ എപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് പിടിച്ചിട്ടില്ല. സുരേഷ് ഗോപി ഒരു കഫിയൊക്കെ കെട്ടിയിട്ട് പോണായിരുന്നു. സുരേഷ് ഗോപി കഫിയ വേണം എന്ന് പറഞ്ഞിരുന്നില്ല. പാർട്ടി കോൺഗ്രസിൽ അങ്ങനെയാകാം. സുരേഷ് ഗോപി കൂടെ അങ്ങനെ പോയിരുന്നെങ്കിൽ വലിയ സന്തോഷമായേനെ. അതാണെങ്കിൽ മിണ്ടില്ലായിരുന്നു, ചിലപ്പോൾ കൈയടിച്ചേനെ. അപ്പോൾ അങ്ങനത്തെ ധാരാളം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സുരേഷ് ഗോപിക്കൊരു ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. മുണ്ടെടുത്ത് പോകാൻ പാടില്ലായിരുന്നു, ഔദ്യോഗിക വേഷത്തിലായിരുന്നു. ഔദ്യോഗിക വേഷം എന്താ? ഇന്ത്യക്ക് ഔദ്യോഗിക വേഷം. ഔദ്യോഗിക വേഷം എന്താ? എനിക്ക് തോന്നുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഔദ്യോഗിക വേഷമുണ്ട്. അതായത് ഡ്രസ് കോഡുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്. ഇന്ന തരത്തിലുള്ള വേഷം വേണം ധരിക്കാൻ എന്നുള്ളത്, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ. ഇപ്പോൾ US-ലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓർക്കുന്നില്ല ട്രംപ് സെലൻസ്കി ചർച്ച, അത് ഇത്രയും കൂടുതൽ അലങ്കോലപ്പെടാനും സെലൻസ്കിക്കെതിരെ അമേരിക്കയിൽ ഒരു വികാരം ഉണ്ടാവാനും കാരണം സെലൻസ്കി രാഹുൽ ഗാന്ധിയുടെ വേഷത്തിൽ ടീഷർട്ട് ഇട്ട് വന്നു. അമേരിക്കൻ പ്രസിഡന്റിനെ കാണുമ്പോൾ അത് അവിടുത്തെ കോട്ട് ധരിച്ച് ടൈ കെട്ടി തന്നെ വരണമെന്നാണ് അവിടുത്തെ പ്രോട്ടോക്കോളിലൊക്കെയാണ് നടത്തിയത്. അതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഈ ഷെർവാനി പോലത്തെയുള്ള ഇടുക, അത് ഇന്ത്യൻ പ്രധാനമന്ത്രിമാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഡ്രസ് കോഡാണ്. ഈ പപ്പുമോനെങ്ങാനും ഏതെങ്കിലും കാരണവശാൽ ഇന്ത്യൻ ജനതയ്ക്ക് വലിയ അബദ്ധം പറ്റിയിട്ട് അങ്ങനെ ഒരു മഹാപാപത്തിൻ്റെ ഫലം അനുഭവിക്കാൻ ഇന്ത്യക്കാർക്ക് യോഗം ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രി ആയിപ്പോയാൽ, കാക്കമലന്ന് പറക്കും, ആയിപ്പോയാൽ ഈ ടീഷർട്ട് ഇട്ട് നടക്കാൻ പറ്റില്ല, ഒന്നും നടക്കില്ല. പക്ഷെ മോദി സാധാരണഗതിയിൽ ജാക്കറ്റും ഒക്കെ ഇട്ട് അത് പുള്ളി പ്രശസ്തമാക്കി. മോദി ജാക്കറ്റ് അത് ആഗോള പ്രശസ്തമായി. അത് കണ്ടാൽ ആളുകൾ എണീറ്റ് നിൽക്കുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനൊരു വല്ലാത്ത പ്രചാരണം ഒരു വിവരവും ഇല്ലാത്ത ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മോദി ക്ഷണിച്ചിട്ടാണ് അദ്ദേഹം വരുന്നത്. ദുബായ് കിരീടാവകാശിക്ക് പരാതിയൊന്നുമില്ല സുരേഷ് ഗോപിയെ സംബന്ധിച്ചിട്ട്. കാരണം അദ്ദേഹം വന്നിട്ടുള്ളത് അവിടുത്തെ പൈതൃക വേഷത്തിലാണ് വന്നിരിക്കുന്നത്. അത് ആ ചിത്രത്തിൽ വ്യക്തമാണ്. അദ്ദേഹം ഇനി മുംബൈയിൽ ബിസിനസ് റൗണ്ട് ടേബിൾ ഉണ്ട്, വട്ടമേശ സമ്മേളനം, അതിൽ പങ്കെടുക്കുക 2 ദിവസത്തെ സന്ദർശനമാണ്. 2015 മോദി UAE പോയിരുന്നു. 30 വർഷത്തിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ട് പോകുന്ന പ്രധാനമന്ത്രിയായിരുന്നു. നമ്മളിതിൽ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പഴി കേട്ടിട്ടുള്ള ഒരാളാണ് ഗാന്ധിജിയെ വിൻസ്റ്റൺ ചർച്ചിൽ അർദ്ധനഗ്നനായ ഫക്കീർ എന്നൊക്കെ വിളിച്ചിരുന്നു. ഗാന്ധി എന്തുകൊണ്ട് ആ വേഷം ധരിക്കാൻ തുടങ്ങി എന്നുള്ളതിനെ സംബന്ധിച്ച് ഗാന്ധി തന്നെ ഹരിജനിലൊക്കെ എഴുതിയിട്ടുണ്ട് ധാരാളം. ഞാൻ ഈ സുരേഷ് ഗോപിക്കെതിരെ ഇവർ ഇങ്ങനെ പുച്ഛം പ്രകടിപ്പിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഗാന്ധി എഴുതിയ സംഗതികൾ എടുത്ത് നോക്കി വീണ്ടും. 1921 സെപ്റ്റംബർ 22 ഗാന്ധി പിൽക്കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഈ വേഷം ധരിക്കുന്നത്, നെഞ്ചും കാലും ഒക്കെ കാണാവുന്ന വേഷം. അതിനു മുമ്പ് അദ്ദേഹം ആഫ്രിക്കയിൽ നിന്ന് വരുമ്പോൾ, ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വരുമ്പോൾ പാൻറ്റും കോട്ടും ടൈയും കെട്ടിയുള്ള ഗാന്ധിയുടെ ചിത്രങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ടും ഗുജറാത്തിൽ, കാരണം അദ്ദേഹത്തിന്റെ അച്ഛൻ ദിവാനും ഒക്കെ ആയിരുന്നില്ലേ, ഗാന്ധി ബാരിസ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് കാര്യമായ വേഷമൊക്കെ ധരിച്ച് തന്നെയാണ് നടന്നിരുന്നത്. അപ്പോൾ അദ്ദേഹം ഈ മധുരയിൽ വെച്ചിട്ടാണ് ഈ വേഷം മാറുന്നത്. അത് കാമരാജന്റെ കഥയാണോ പറയുന്നത്? കാമരാജ് ആ കഥയിലില്ല. അതൊരു കള്ളക്കഥയാണെന്ന് കേട്ടിട്ടുണ്ട്. കാമരാജിന്റെ കഥയല്ല, ഞാൻ ഹരിജനിൽ അദ്ദേഹം എഴുതിയ വാചകങ്ങൾ ഗാന്ധിയുടെ വാചകങ്ങൾ ഉദ്ധരിക്കാൻ പോവുക. കാമരാജില്ല അതില്. ഞാൻ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എല്ലാം നിർണായക നിമിഷങ്ങളിലാണ്. നന്നായി ആലോചിച്ച് ചെയ്തതുകൊണ്ട് അതിലൊന്നും എനിക്ക് ഖേദമില്ല. അതൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റില്ലായിരുന്നു. എൻ്റെ വേഷത്തിലെ തീവ്ര മാറ്റം ഉണ്ടായത് മധുരയിൽ വെച്ചാണ്.
അപ്പോൾ മുമ്പ് 2 തവണ അദ്ദേഹം വേഷം മാറ്റാനായിട്ട് ശ്രമിച്ചിരുന്നു, അന്നൊന്നും നടന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മദ്രാസിൽ നിന്ന് പുള്ളി എഴുതിയിരിക്കുകയാണ് അദ്ദേഹം, മദ്രാസിൽ നിന്ന് മധുരയിലേക്കുള്ള ട്രെയിനിൽ യാത്ര ചെയ്യായിരുന്നു. അപ്പോൾ കമ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് ആളുകളുണ്ട്. ആ ആൾക്കൂട്ടത്തിലുള്ളവരൊക്കെ വിദേശ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്, പാൻറ്റും ഷർട്ടും കാര്യങ്ങളൊക്കെയാണ് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ അവരിൽ ചിലരോട് നിങ്ങൾ ഖാദി ഉപയോഗിക്കൂ എന്ന് പറഞ്ഞു നോക്കി. അപ്പോൾ അവർ ഇദ്ദേഹത്തിനോട് തിരിച്ചടിച്ചു, നിങ്ങളെപ്പോലെയൊക്കെ ഖാദി വാങ്ങാനുള്ള പണമൊന്നും ഞങ്ങളുടെ കയ്യിലില്ല എന്ന് പറഞ്ഞു. അത് സത്യത്തിൽ ഈ അപ്പോഴത്തെ ഗാന്ധിയുടെ വേഷം കണ്ടിട്ടുള്ള പുച്ഛമാണ് അവർ പ്രകടിപ്പിച്ചത്. കാരണം ഇദ്ദേഹം ഖാദി പ്രോത്സാഹിപ്പിക്കുകയും അതിഭീകരമായ വേഷം ധരിക്കുകയും ചെയ്തിട്ടാണ് ഈ കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്നത്. കോട്ടും സൂട്ടും ഗുജറാത്തി വലിയ ഒരു പ്രമാണി വേഷത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ഖാദി വാങ്ങാനുള്ള പണമൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങൾ ദരിദ്രരാണ് എന്നീ വിദേശ വസ്ത്രം ധരിക്കുന്നവർ പറഞ്ഞു. അത് ശരിക്കും മനസ്സിൽ കൊണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ധരിച്ചത് നല്ല വേഷമായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷേ ഇന്ത്യയിലെ ഭൂരിപക്ഷം ആളുകളും ലങ്കോട്ടി മാത്രമിട്ട് നടക്കുന്ന ലക്ഷങ്ങളാണ്. അതുകൊണ്ട് മധുരയിലെ സമ്മേളനം കഴിഞ്ഞ അടുത്ത ദിവസം ഞാൻ എൻ്റെ വേഷം മാറ്റാൻ ഈ സാധാരണക്കാരുടെ വേഷത്തിലാകാനായിട്ട് തീരുമാനിച്ചു. ഇനി ഇതിൻ്റെ കഥ, മധുരയിൽ വെസ്റ്റ് മാസി സ്ട്രീറ്റിൽ ഒരു അനുയായിയുടെ വീടിൻ്റെ മുകളിലെ നിലയിലാണ് ഗാന്ധി താമസിച്ചിരുന്നത്. ആ സമയത്ത് ഡോർ നമ്പർ 251. ആ വീടിന്ന് ഖാദി എംപോറിയമാണ് അന്ന് ഗാന്ധി താമസിച്ച വീട്. അതിൻ്റെ മുകൾ നിലയിൽ നിന്ന് അത് മധുരയിലേക്കുള്ള 2ാമത്തെ യാത്രയായിരുന്നു ഗാന്ധിയുടെ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് രാമനാഥപുരം, തിരുനെൽവേലിയിലേക്കൊക്കെ പോകാൻ ഇറങ്ങിയപ്പോൾ ഈ പുതിയ വേഷത്തിലാണ് ഇറങ്ങിയത്. എന്ന് പറഞ്ഞാൽ വേഷമില്ലായ്മയിൽ എന്ന് പറയാം, ഈ അർദ്ധനഗ്നനായിട്ടുള്ള വേഷത്തിൽ പുതിയ അവതാരം ആയിരുന്നു. അപ്പോൾ ആ വേഷത്തിൽ എത്തിയ മൈതാനത്തിൻ്റെ ഇന്നത്തെ പേര് ഗാന്ധി പൊറ്റൽ എന്നാണ്. കാമരാജർ റോഡിൽ അലങ്കാർ തിയേറ്ററിൻ്റെ അടുത്താണ് ഈ പറഞ്ഞ മൈതാനം. അപ്പോൾ അദ്ദേഹം ഹരിജനിൽ എഴുതുകയാണ്, ഞാൻ അവരോടന്ന് ഖാദി ധരിക്കണം എന്ന് പറഞ്ഞത് വിദേശ വസ്ത്ര ബഹിഷ്കരണം, അത് എല്ലാവരെയും കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ നിങ്ങളെല്ലാവരും എന്നെപ്പോലെ വസ്ത്രം ധരിച്ച് അർദ്ധനഗ്നരായി നടക്കണം എന്നതുകൊണ്ടല്ല, ഞാനത് ഉപദേശിക്കുകയല്ല, എന്നെപ്പോലെ നിങ്ങളാരും നടക്കണം എന്ന് ഞാൻ പറയുകയില്ല എന്ന് ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സ്വദേശി നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് പ്രസിദ്ധമായ ഒരു കഥയുണ്ടല്ലോ, ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ അദ്ദേഹം വട്ടമേശ സമ്മേളനത്തിന് പോയപ്പോൾ ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ ജോർജ് അഞ്ചാമൻ ഉച്ചയ്ക്ക് ചായ സൽക്കാരത്തിന് ക്ഷണിച്ചു. ബക്കിംഗ്ഹാം കൊട്ടാരമാണ്, ഈ പറഞ്ഞ പോലെ ടൈയൊക്കെ കിട്ടിയാണ്, പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഗാന്ധിക്ക് പറ്റില്ലല്ലോ. ഗാന്ധി ഈ അർദ്ധനഗ്നനായിട്ടാണ് ജോർജ് അഞ്ചാമൻ്റെ ക്ഷണമനുസരിച്ചിട്ടുള്ള ഈ ഇതിലേക്ക് ചായ സൽക്കാരത്തിന് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, രാജാവിനെ കാണാനുള്ള വസ്ത്രം ഒന്നും അല്ലല്ലോ അങ്ങേക്കുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഗാന്ധി അയാളോട് പറഞ്ഞു, ഞങ്ങൾക്ക് 2 പേർക്കുള്ള അത്രയും വസ്ത്രം രാജാവ് ധരിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ധാരാളം ഈ ആലങ്കാരികമായ വസ്ത്രവും ഈ കിരീടവും ഒരുപാട് സംഗതികൾ രാജാവ് ടൺ കണക്കിന് വസ്ത്രം കാണുമല്ലോ. അപ്പോൾ 2 പേർക്കും ഉള്ളത് അങ്ങേര് ധരിച്ചിരുന്നു എന്ന് ഗാന്ധി പറഞ്ഞു. അപ്പം നമ്മുടെ കുറേ സന്യാസിമാർ പുറത്തു പോകുന്നില്ലേ, ഇവരൊക്കെ കാഷായമൊക്കെ ഇട്ടിട്ടല്ലേ പോകുന്നത്. മഹർഷി മഹേഷ് യോഗി അമേരിക്കയിൽ ആശ്രമം തന്നെ സ്ഥാപിച്ച ആൾ വെള്ള സിൽക്ക് ധോത്തി ആണ് ധരിച്ചിരുന്നത്. ഇനി ചിന്മയാനന്ദൻ അല്ലേ, മാതാ അമൃതാനന്ദമേ പോകുമ്പോൾ അവരുടെ വേഷത്തിലല്ലേ പോകുന്നത്. സർദാർ പട്ടേൽ ധോത്തിയിലല്ലേ നമ്മൾ കാണുന്നത്. ഈ MP-മാർ പൊതുവെ പൈജാമയും കുർത്തയുമാണ് ധരിച്ച് കാണാറുള്ളത്. ഇനി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നിന്നൊരു സംഭവമുണ്ട്. അവിടെ പുരുഷന്മാരായ MP-മാർ ടൈ കെട്ടി തന്നെയാണ്
പ്രത്യക്ഷപ്പെടേണ്ടത്. പാർലമെൻറ്റിൽ അങ്ങനെ ഡ്രസ് കോഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരിക്കലൊരു ഡെമോക്രാറ്റിക് MP ടൈ കെട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കൺസർവേറ്റീവ് MP അതിനെ ചോദ്യം ചെയ്തു ഈ പെരുമാറ്റം. പക്ഷെ സ്പീക്കർ ആ ടൈ കെട്ടാത്ത ആളിൻ്റെ കൂടെ നിന്നു. അതോടുകൂടി ഈ നിയമം കസ്റ്റം ഇല്ലാതായി എന്ന് പറയുന്നുണ്ട്. പക്ഷെ കസ്റ്റം ഇല്ലാതായതിന് വേറൊരു കാരണം പറയുന്നത്, ഒരു പുതുതായിട്ട് വന്ന ലേബർ MP-ക്ക് സെറിബ്രൽ പാൾസി ഉണ്ടായിരുന്നു, തലച്ചോറിന് അസുഖമുള്ളതുകൊണ്ട് പുള്ളിക്ക് തന്നെത്താനെ ടൈ കെട്ടാനും ഷർട്ടിന്റെ ബട്ടൺസ് ഇടാനും ഒന്നും പറ്റില്ല. ആരെങ്കിലുമൊക്കെ സഹായിക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഷർട്ട് ഇടാം എന്നൊരു അനുവാദം. കസ്റ്റമറി പ്രാക്ടീസസ് എല്ലാം അമെൻഡബിൾ ആണെന്ന് കാലാകാലങ്ങളിൽ കോടതികളും ഇപ്പോൾ ഈ നമ്മുടെ വേനൽക്കാലത്ത് ഇത് വേണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ അമെൻഡബിൾ ആണ്. അപ്പോൾ ഇതാണ് ഈ സുരേഷ് ഗോപിയെ പുച്ഛിക്കുന്ന വസ്ത്രത്തിന്റെ കാര്യം. ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കണം, ഇത്രയെങ്കിലും അറിയാം. അങ്ങനെയല്ല, സുരേഷ് ഗോപി എന്നുള്ള പേര് കാണുമ്പോൾ തന്നെ ഇവർക്ക് ഹാലിളകുമെന്ന് പറഞ്ഞു. സുരേഷ് ഗോപി ഇവരുടെ അന്നം തരുന്ന നാട്ടിലെ തമ്പുരാൻ വരുമ്പോൾ അദ്ദേഹത്തോട് നമുക്ക് സ്നേഹവും ആദരവൊക്കെയാണ് കേട്ടോ. ദുബായ് രാജാവ് UAE-യുടെ ഉപപ്രധാനമന്ത്രി ഇവിടെ ഇന്ത്യയിലേക്ക് വരുന്നു. ഒരു ചരിത്ര സംഭവമാണ്. ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം ഊട്ടി ഉറപ്പിക്കുകയും നമ്മുടെ പ്രധാനമന്ത്രിക്ക് അവരുമായിട്ടുള്ള അടുത്ത സൗഹൃദം ദൃഢീകരിക്കുകയും ചെയ്യുന്ന ചടങ്ങിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ അവരവരുടെ പരമ്പരാഗത വേഷത്തിൽ, ഞാൻ ചുമ്മാ പാവാട എന്ന് പറഞ്ഞ തമാശയാണ്, അത് അവരുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായ അവരുടെ കുലീനമായ വേഷമാണ്. നമ്മളതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആളുകൾക്ക് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായ വേഷം ധരിക്കാനുള്ള അവകാശമുണ്ട്. ഇത് ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളത് ഇവരുടെ മൂളയുടെ കുഴപ്പമാണ്. ഈ ഒന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹം ആ വസ്ത്രമല്ല ധരിച്ചിരുന്നത്. ഇന്ത്യയിൽ വരുമ്പോൾ പാൻറ് ഷർട്ടും ഒക്കെ ഇട്ട് ടൈയൊക്കെ കെട്ടിയിട്ട് ആണ് വന്നിരുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം മോദിയുടെ ജാക്കറ്റ് ഇട്ടാണ് വന്നിരുന്നത് എങ്കിൽ UAE-യിലെ അദ്ദേഹത്തിൻ്റെ പ്രജകൾ എന്ത് കരുതുമായിരുന്നു? അതെ അതെ, കാരണം സ്വന്തം അവനവൻ്റെ സംസ്കാരത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതാണ് സുരേഷ് ഗോപി ചെയ്തത്. അതിൽ നമ്മൾ അദ്ദേഹത്തിനെ പ്രശംസിക്കുകയാണ് വേണ്ടത്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക. ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.